എല്ലാ സബ്സ്ക്രൈബറും വിരലടയാളങ്ങളും കണ്ടന്റും എന്തുവാണ് പിന്നെ എനിക്ക് കമന്റ് ഇടണതും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ഹായ്. ഫേമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ ഈ ഹോട്ടലിലെ ഏതോ ഒക്കെ റൂമിലിരുന്നാണ് അടൂർ ഭാസി. അടൂർ ഭാസി സാറിൻ്റെ റൈറ്റിങ്സ് നോക്കിയാൽ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് കാണാൻ പറ്റില്ല. അവരാണ് എഴുതിയിരിക്കുന്നെങ്കിൽ അതൊക്കെ നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ഒക്കെ നമ്മുടെ നാട്ടുകാരാകും. ജാക്കോബനും ഭഗത്വാസിനൊക്കെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ വരെ നടന്നു കയറിയ വീടാണ് ഗൈസ്. നമ്മുടെ സ്വന്തം നസ്രിയനെ വരെ കെട്ടിക്കൊണ്ടുവന്ന വീടാണ്. എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞത്. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഞാൻ കൈമുപ്പി നന്ദി പറയുന്നു. ഇതാണ് ചാക്കോച്ചൻ്റെ വീട്. ബോബൻ കുഞ്ചാക്കോ, കുഞ്ചാക്കോ ബോബൻ, ഉദയ സ്റ്റുഡിയോ എല്ലാം ഇവിടെ നിന്നാണ് തുടക്കം. ഇവിടുത്തെ ബീഫ് പൊന്നെ ഒരു രക്ഷയില്ല. എപ്പോൾ ചെന്നാലും നല്ല സോഫ്റ്റ് ബീഫായിരിക്കും. നല്ല നമുക്ക് കഴിക്കാൻ നല്ല ഇത് ഭയങ്കര കട്ടിയാണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അപ്പം ഇന്ന് നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താ സ്പെഷ്യൽ വീഡിയോ ഇന്ന് നമുക്ക് 1K കിട്ടിയ ദിവസമാണ്. എന്ത് കിട്ടി? 1K സബ്സ്ക്രൈബർ കിട്ടി ഗൈസ്. 1000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാനായിട്ട് കുക്ക് ചെയ്യാനായിട്ട് വാങ്ങിച്ചായിരുന്നു. പക്ഷേ മമ്മിക്ക് ഇന്ന് ഒട്ടും വയ്യ, പനിയൊക്കെ ആയിട്ട് ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ കുക്ക് ചെയ്യുന്നില്ല. പകരം ആ സെയിം സാധനം തന്നെ നമ്മുടെ ആലപ്പുഴയിൽ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയി വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, വാങ്ങിച്ചിട്ട് വരട്ടെ? വാങ്ങിച്ചിട്ട് ഓടി വാ. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. സ്ഥലം ഏതാണെന്ന് നോക്കിയാൽ ആലപ്പുഴ ബ്രദേഴ്സ് ഹോട്ടൽ. ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ്. ഫേമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ ഈ ഹോട്ടലിലെ ഏതോ ഒക്കെ റൂമിലിരുന്നാണ് ഫാസിലും പിന്നെ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ ഒരുപാട് സിനിമകൾ, മണിച്ചിത്രത്താഴ് മാത്രമല്ല കേട്ടോ, പണ്ടത്തെ മിക്ക 90s 80s മിക്ക സിനിമകളും എനിക്കൊന്ന് ഇവിടെ വെച്ചാണ്. ഡിസ്കഷൻ, സ്ക്രിപ്റ്റ് എല്ലാം കുറേ ഒരു എന്താ പറയണ്ട ഒരു സ്പെഷ്യൽ പ്ലേസാണ് ആലപ്പുഴയിൽ. അപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ട്. ഇവിടെയാണ് കിടിലൻ തന്നെ ഒരു സാധനം കിട്ടുന്നത്. ആ സാധനം വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 1000 സബ്സ്ക്രൈബർ ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന നോക്കാം. പറഞ്ഞില്ലേ ഗൈസ്, ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഭയങ്കര പാരമ്പര്യമുള്ള റെസ്റ്റോറൻ്റാണിത്. നോക്കി ആരാന്ന് എങ്ങനെ നമ്പിയ 1978 അന്ന് 4 ദിവസം ഇവിടെ താമസിച്ചു. അടിപൊളി താമസം എന്നൊക്കെ റിവ്യൂ എടുത്തിട്ടുണ്ട്. ശശി കപൂർ, ഹിന്ദി ആക്ടർ, പുള്ളിയുടെ സിഗ്നേച്ചർ ഉണ്ട്. പിന്നെ സോമൻ സാർ, നടൻ സോമൻ ഉണ്ട്. ശ്രീവിദ്യ ഉണ്ട്. അടൂർ ഭാസി സാറിൻ്റെ റൈറ്റിങ്സ് നോക്കിയാൽ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് കാണാൻ പറ്റില്ല. അവരാണ് എഴുതിയിരിക്കുന്നെങ്കിൽ അതൊക്കെ നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. പിന്നെ അതെ ഉമ്മർ സാർ, എല്ലാ സെലിബ്രിറ്റീസും വന്നിട്ടുള്ള ഒരു കിടിലൻ റെസ്റ്റോറൻ്റാണ്. ഇപ്പോഴത്തെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ദിലീപ് വന്ന് ഗൈസ്, ഫാസിൽ സാർ, ഫഗത് ഫാസിൽ, ചാക്കോച്ചൻ, ബിജു മേനൻ, ഒരുപാട് ആക്ടേഴ്സ്, ഇവരൊക്കെ നമ്മുടെ നാട്ടുകാരാകും. ജാക്കോബനും ഭഗത് ഫാസിലൊക്കെ നമ്മുടെ സ്വന്തം നെയ്ബേഴ്സാണെന്ന് വേണമെങ്കിൽ പറയാം. അത്ര അടുത്തുള്ളവരാണ്. എല്ലാവരും വന്നിട്ടുള്ള സ്ഥലമാണ്. ആറ് വീട് കാണിച്ചത്. ചാക്കോച്ചൻ്റെ വീട്. ശരണ്യ ശക്തിവള്ളി വീട്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആലപ്പുഴ നമ്മുടെ നാട്ടുകാരാണ്. ഞങ്ങൾ നെയ്ബേഴ്സ് എന്നൊരു ആവശ്യത്തിൽ പറഞ്ഞാണ്. ഞങ്ങൾ നാട്ടുകാരാണ്. ഇതാണ് ഡയറക്ടർ ഫാസിലിൻ്റെ വീട്, നമ്മുടെ സ്വന്തം ഫഗത് ഫാസിലിൻ്റെ വീട്, നസ്രിയനെ കെട്ടിക്കൊണ്ടുവന്ന വീട് ഗൈസ് ഇതാണ്. പിന്നെ നമ്മുടെ ലാലേട്ടൻ ഫസ്റ്റ് ഫിലിം ഉണ്ടല്ലോ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, അതിൽ ഡയറക്ടർ സാറിനെ കാണാനായിട്ട് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നടന്ന് വന്ന വീതികളാണ് ഗൈസ് ഇത്. അങ്ങനെ അത്ര സ്പെഷ്യലായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ കണ്ടല്ലോ, സ്ഥലം വരുന്ന ആലപ്പുഴ കണ്ണമർക്കി പാലമാണ്. നമ്മുടെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉള്ളൂ. ഓക്കെ, ഈ ചാക്കോച്ചൻ്റെ വീട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജംഗ്ഷൻ, കണ്ണമർക്കി പാലം. ഇതിൻ്റെ അടുത്ത ജംഗ്ഷനാണ് കോൺവെൻറ്റ് സ്കോർ, അവിടെയാണ് ചാക്കോച്ചൻ്റെ വീട്. നമ്മൾ കാണാൻ പോകുന്ന കുഞ്ചാക്കോ ബോബൻ്റെ വീടാണ്. അതാണ് കോൺവെൻറ്റ് സ്കോർ. കോൺവെൻറ്റ് സ്കോറിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ചാക്കോച്ചൻ്റെ വീട്. ഇതുണ്ടാവുക, ഇതാണ് ചാക്കോച്ചൻ്റെ വീട്. ബോബൻ കുഞ്ചാക്കോ ബോബൻ, ഉദയ സ്റ്റുഡിയോ എല്ലാം ഇവിടെ നിന്നാണ് തുടക്കം. ഇവിടെ ഇപ്പോൾ ആൾതാമസം ഇല്ലാന്ന് തോന്നുന്നു, അതുപോലെ അടച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് അവരുടെ കുടുംബം. അപ്പം സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്ന സാധനം ഇതാണ്. ബീഫ് റോസ്റ്റും പഴംപൊരിയും കിട്ടില്ല സാധനമല്ലേ. ഇതാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. പക്ഷേ മമ്മിക്ക് വേഗം ഉണ്ടാക്കില്ല. മമ്മിക്ക് നല്ല പനി, പിന്നെ കേൾക്കാൻ ഇച്ചിരി പ്രശ്നമുണ്ട്, കാത് രണ്ടും അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളിത് നമ്മുടെ ആലപ്പുഴയിൽ തന്നെ ഫേമസ് കടയിൽ പോയിട്ട് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ദിലീപൊക്കെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അവർ പണ്ട് ബ്രദേഴ്സിൽ വന്നപ്പം
ബീഫ് റോസ്റ്റും പഴംപൊരിയും വേറെ എന്തൊക്കെയോ ഓർഡർ ചെയ്ത്. അപ്പം ബീഫ് റോസ്റ്റിലോട്ട് പഴംപൊരി മറിഞ്ഞു വീണു, അതിൽ നിന്ന് എടുത്ത് കഴിച്ചു. അങ്ങനെയൊക്കെയാ പറയുന്നത്. അതെ, ഒന്നും അറിയത്തില്ല, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മമ്മി അറിയുന്നത്. നമ്മൾ പക്ഷെ ഇത് കഴിച്ചിട്ടുണ്ട് ബ്രദേഴ്സിൽ പോയി, കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാ. അവിടെ നല്ല ടേസ്റ്റ് തന്നെ മമ്മി ഉണ്ടാക്കാന്നാണ് പറഞ്ഞത്. പക്ഷെ മമ്മിക്ക് മേലാതെ വന്നു മക്കളെ. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് തന്ന എല്ലാ മക്കളും മമ്മിക്ക് വേണ്ടിയിട്ടൊന്ന് ഉന്മേഷത്തോടെ വരാനായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടാ. അപ്പൊ മമ്മി അടുത്ത പ്രാവശ്യം നല്ല കിടില സാധനമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ 1000 സബ്സ്ക്രൈബർ ആയ ഇതിനെന്താ പറയാനുള്ളത്? 1000 സബ്സ്ക്രൈബർ തന്ന എല്ലാ മക്കളെയും ഞാൻ ഹൃദയത്തോടെ ഏറ്റെടുക്കുന്നു. അവരാണ് എന്റെ സപ്പോർട്ട്. എല്ലാവർക്കും താങ്ക്സ്. എല്ലാവർക്കും താങ്ക്സ്. അവരില്ലെങ്കിൽ ഞാൻ 1000 ആവത്തില്ലായിരുന്നു. ഇനി 1000 10,000 അങ്ങനെ പോട്ടെ. ഓക്കെ. കട്ടൻ ചായയും പാൽ ചായയാണ്. ഞാൻ കട്ടൻ ചായ കുടിക്കത്തുള്ളൂ, മമ്മി പാൽ ചായ. അപ്പം മമ്മി ടേസ്റ്റ് ചെയ്യും. എപ്പോഴും ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന ഇന്ന് മമ്മി സെലിബ്രേഷൻ ആയതുകൊണ്ട് മമ്മി ടേസ്റ്റ് ചെയ്യട്ടെ. മക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എനിക്ക് പിന്നെ പ്രായമായവരും നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. അപ്പം മമ്മി പ്രായമായവരും എല്ലാവരും കണ്ടു മക്കളെ. എനിക്ക് വളരെ സന്തോഷമാണ്. പ്രായഭേദം അംഗീകരിച്ചിരിക്കുന്നു ഞാൻ. മമ്മി എന്ത് ചെയ്യും മക്കളെ എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാലേ വീഡിയോ എടുക്കുന്നതും കൂടെ നിൽക്കുന്നതെല്ലാം മക്കളായതുകൊണ്ട് അവരെ വിളിക്കുന്നതാണ്. അതങ്ങനെ വീഡിയോയിലോട്ട് ആയി പോകുന്നതാണ്. വീഡിയോയിലോട്ട് അപ്പൊ ടേസ്റ്റ് ചെയ്യും. അപ്പൊ ഞാനാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കൊള്ളാം, നല്ല സൂപ്പർ. ഞാനും വെച്ചേന് വരുന്നത് ഇത്ര സൂപ്പർ ആയിട്ട് കേട്ടാ. വയ്യാതെ വന്നതുകൊണ്ടാണേ. ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. കുറച്ച് പഴംപൊരി എടുക്കാം. നല്ല പഴംപൊരിയും ബീഫ്. ഞാനിത് ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ബ്രദേഴ്സ് ഹോട്ടൽ. അത് മാപ്പിൽ ബ്രദേഴ്സ് ഹോട്ടൽ ആലപ്പുഴ സെർച്ച് ചെയ്താൽ ഒറ്റ ഹോട്ടലേ ഉള്ളൂ, നേരെ അവിടെ ചെല്ലും. ഫേമസ് ആണ്. അപ്പം ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോക്കോ. അടിപൊളി. ഇത് മാത്രമല്ല, അവിടെ നല്ല സ്പെഷ്യൽ താറാവ് റോസ്റ്റ്, നല്ല മീൽസ് കിട്ടും, ഉച്ചയ്ക്ക് നല്ല ഊണ് കിട്ടും, അടിപൊളി കറികളൊക്കെയാണ്. ഇപ്പോൾ കഴിക്കാം. സൂപ്പർ. ബ്രദേഴ്സ് ഹോട്ടലിലെ ബീഫ് റോസ്റ്റ് നല്ല സോഫ്റ്റ് ആയിരിക്കും. എപ്പോൾ ചെന്നാലും നല്ല വെന്ത് നല്ല പഞ്ഞ് പൊലിയുന്ന ബീഫ് കിട്ടും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇത് എല്ലാം ട്രൈ ചെയ്യണം. അടുത്തൊരു കണ്ടന്റായിട്ട് നമ്മൾ വരും എപ്പോഴെങ്കിലും ഉണ്ടാക്കും. നല്ലൊരു കറി മമ്മി വെച്ച് തരാം കേട്ടോ എല്ലാവർക്കും. അപ്പം നമ്മൾ വീഡിയോ അതിൻ്റെ ഒപ്പമാണ്. അപ്പം എന്താ ഒരിക്കൽ കൂടെ എന്താ പറയാനുള്ളത്? അയ്യോ, എനിക്ക് വളരെ സ്നേഹമായിട്ട് പറയാനുള്ളത് സബ്സ്ക്രൈബ് തന്നതും വിരലടയാളം തന്നതും കമന്റ് തരുന്നതും എൻ്റെ കൂടെ നിൽക്കുന്നവരെയും എല്ലാവർക്കും ഞാൻ വളരെയേറെ നന്ദി പറയുന്നു മക്കളെ. ബൈ.